മേഘ, CPM പാർട്ടി വിട്ടുപോയ TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും ക്ഷണിച്ചതിന് ശേഷം തേനൊട്ടിയ MV ജയരാജനെ നമ്മൾ കണ്ടു. കൂടെ തുടക്കത്തിൽ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് തിരികെ വന്നാൽ വേണമെങ്കിൽ സ്വീകരിക്കാൻ ആലോചിക്കാം എന്ന് പറഞ്ഞ MV ഗോവിന്ദനെയും നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ നമ്മുടെ EP ജയരാജൻ്റെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി ഇത് ഏത് നക്സൽ വന്നാൽ പോലും നമ്മുടെ CPMലേക്ക് ഈ ഒരു ആശയവുമായി ഒത്തുപോകുന്നവരെ നമ്മൾ പാർട്ടിയിലേക്ക് സ്വീകരിക്കും, അവരെ മാറ്റി നിർത്തുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ TK ഗോവിന്ദൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ജന്മം ചെയ്താലും CPMലേക്ക് തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും പാർട്ടിയോടുള്ള ആത്മാർത്ഥതയല്ല, പാർട്ടിയോടുള്ള വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട് പാർട്ടി ഇനി ഒരിക്കലും പഴയ ഞാൻ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനമാകില്ല എന്നുള്ള ഉറപ്പുണ്ടായിട്ട് പുറത്തിറങ്ങി പോയവരാണ് ഈ പറയുന്ന എല്ലാവരും. അപ്പോൾ അവർക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ 10-20 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ വിശ്വാസം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ അവരുടെ ആശയങ്ങളും നിലപാടുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം മുൻപ് കണ്ടതാണ്, EP ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നക്സലുകൾ പോലും തിരിച്ചു വന്നപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് CPM. അതായത് അവരുടെ നിലപാട്, ഇപ്പൊ CPMന്റെ നിലപാടിന് ഒത്തുപോകാൻ കഴിയുന്ന ആരെയും സ്വീകരിക്കാൻ അവർ സന്നദ്ധരാണ്. അൺടിൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഐ മീൻ ഇവരായിട്ട് പാർട്ടി എന്തെങ്കിലും അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്താക്കിയിട്ടില്ല എങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ TK ഗോവിന്ദനാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഐഷ പോറ്റിയാണെങ്കിലും ആരാണെങ്കിലും ഈ നിലപാട് അവിടെ ഉണ്ടാകും. അതായിരുന്നു MV ജയരാജൻ പറഞ്ഞത്. MV ഗോവിന്ദൻ പിന്താങ്ങിയതും ഇതേ നിലപാട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നതിനെ പറ്റി ഒരു തോട്ട് ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, പാർട്ടിയിൽ നിന്ന് അവഗണന നേരിടുന്നു, എത്ര പ്രാവശ്യം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു തോട്ട് ഉണ്ടാകുന്നു. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരാണ് ഈ പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് G സുധാകരൻ ആയിക്കോട്ടെ, TK ഗോവിന്ദൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ ആയിക്കോട്ടെ. ഇവരെല്ലാം പാർട്ടിയിൽ ഇന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞ വ്യക്തികളാണ്. ഇവരുടെ പ്രശ്നങ്ങളെ കേൾക്കാത്ത ഒരു നേതൃത്വം പറയുകയാണ് നിങ്ങൾ തെറ്റുകൾ തിരുത്തിയാൽ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഒരു ഉള്ളിലൊരു പൊട്ടൽ ഉണ്ടാവുമല്ലോ, ഇത് എന്താണ് പറയുന്നത് എന്നുള്ളൊരു തോട്ടുണ്ടാവില്ലേ. അതിന്റെ ഭാഗമാണ് ഈ പ്രതികരണങ്ങൾ എന്നാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം G സുധാകരൻ കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ച്, നിങ്ങൾക്ക് ആ പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയുണ്ട് എന്നൊക്കെ തുറന്നടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം അപക്വമായ പ്രതികരണങ്ങളിലേക്ക് നേതൃത്വം പോയതാണ് ഈ പ്രശ്നങ്ങൾക്ക് വഴി വച്ചിരിക്കുന്നത്. ഇപ്പോൾ TK ഗോവിന്ദൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പാർട്ടിയിലേക്ക് തിരികെ സ്വീകരിച്ചു, ശരി, പാർട്ടിയിലേക്ക് തിരികെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞാനൊരു ഇടതുപക്ഷക്കാരനായി ഞാൻ അറിയപ്പെടും, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതിപ്പോൾ TK ഗോവിന്ദനാണെങ്കിലും G സുധാകരനാണെങ്കിലും. G സുധാകരൻ നിയമസഭയിലേക്ക് വരുമ്പോൾ പിണറായി വിജയനെ മുഖത്തോട് മുഖം നോക്കുന്ന ഒരു വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ വ്യക്തമാകുന്ന കാര്യമാണ് ഇവർക്ക് ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഈ നേതൃത്വത്തോടുള്ള അഭിപ്രായ വ്യത്യാസമാണ് ശരിക്കും അവരെ ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ TK ഗോവിന്ദൻ സ്വന്തം മണ്ഡലത്തിൽ പോയി വാശി തീർക്കുകയോ അല്ലെങ്കിൽ മുമ്പ് ചെയ്യുന്ന പദ്ധതികളെല്ലാം ഇനി ഞാൻ തുടങ്ങാം എന്ന് പറയുന്നതൊന്നുമല്ല നമ്മൾ കാണുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, പണ്ട് തുടങ്ങി വെച്ച പദ്ധതികൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് UDF മുന്നണിയുടെ ഏതെങ്കിലും ഒരു MLA ഭരിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ ആ ടേം കഴിഞ്ഞ് അടുത്തൊരു LDF മുന്നണിയിൽ നിന്നൊരു MLA വരുന്നു. മിക്ക മണ്ഡലങ്ങൾ പരിശോധിച്ചാലും ആദ്യത്തെ UDFന്റെ MLA ഭരിച്ചിരുന്ന തുടങ്ങിയിരുന്ന പല വികസന പദ്ധതികളും രണ്ടാമത് വന്നയാൾ നിർത്തലാക്കിയ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും വലിയ പല മണ്ഡലങ്ങളിലെയും ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നതും ഇത് തന്നെയായിരുന്നു. പക്ഷേ TK ഗോവിന്ദൻ ഉറപ്പ് നൽകുന്നത് എന്താണ്, ഞാൻ ഒരിക്കലും നിർത്തിവെക്കുന്നില്ല, എൻ്റെ വികസനത്തിന് രാഷ്ട്രീയമില്ല. ഇതൊക്കെ നമ്മളിത് എടുത്തു പറയേണ്ട കാര്യമില്ല, ഇതൊന്നും വലിയ സംഭവങ്ങളല്ല, വളരെ രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട ബേസിക് മാന്യതകളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ മാന്യതയുണ്ട്. അവർ പറയുന്നത് തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ ഈ നേതൃത്വം ആരോടാണ് പോരാടുന്നത്? അവരുടെ തന്നെ ആശയങ്ങളോടാണ് അവർ പോരാടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. അവർ വ്യക്തികളോടല്ല, ഈ ആശയത്തോട് തന്നെയാണ് പോരാടുന്നത്. അപ്പോൾ ഇതെന്ന് അവസാനിക്കുമോ, അല്ലെങ്കിൽ ഈ നേതൃത്വത്തിന് എന്ന് മാറ്റം വരുമോ, അവരെന്ന് മാറി ചിന്തിക്കുമോ, അന്ന് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ഈ നേതാക്കൾ പോയത് അവരുടെ നഷ്ടം, പാർട്ടിക്കൊന്നും നഷ്ടമാകുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. അത് പ്രശ്നം തന്നെയാണ്. നിങ്ങളുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ വിശ്വാസ്യതയുള്ള സമുന്നതരായ നേതാക്കൾ പോകുമ്പോൾ പാർട്ടിക്ക് കോട്ടം തട്ടുന്നുണ്ട്, നിങ്ങളുടെ പാർട്ടിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പലരും കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം
ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ സ്വന്തം മണ്ഡലത്തിനോട് ടി കെ ഗോവിന്ദൻ എടുത്ത അതേ നിലപാടായിരുന്നു ഇതിനു മുമ്പ് വി കുഞ്ഞികൃഷ്ണൻ എടുത്ത നിലപാട്. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു. സ്വതന്ത്രനായ MLA-യോട് LDF-ന്റെ ഒരു പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതികൾ കാണിക്കുന്ന ഒരു എതിർപ്പ്, ആ എതിർപ്പ് ആ ഒരു പഞ്ചായത്തുകൾക്കും ആ പഞ്ചായത്തിന് കീഴിലുള്ള സാധാരണക്കാർക്കുമാണ് തിരിച്ചടിയാവുന്നതെന്ന് മുമ്പ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ടി കെ ഗോവിന്ദനായാലും അല്ലെങ്കിൽ ജി സുധാകരനായാലും സ്വീകരിക്കുന്നത്. ഇവർ പാർട്ടിയോടല്ല, ഇവല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഈ ഒരു നിലപാടുകളുണ്ടല്ലോ, ചില വ്യക്തികൾ എടുക്കുന്ന സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ചില ഓരോ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ പേരിൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു സ്വതന്ത്രരാണ് ഇപ്പോൾ ഈ ഒരു 3 പേർ. അപ്പോൾ അവർക്കറിയാം ഈ ജനത്തിന് എന്ത് വേണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് അവർക്കറിയാം. അവർക്ക് ഒരു കാരണവശാലും ആ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തിലെയോ ഈ ജനങ്ങളോട് യാതൊരുവിധ ശത്രുതയോ അല്ലെങ്കിൽ എതിർപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. അതൊരു പക്ഷേ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തവരുണ്ടാവും, ഇവർക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇവർക്കെതിരെ ക്യാമ്പയിൻ നടത്തിയവരും ഉണ്ടാവും. ഇവരെ ഒന്നും എക്സ്പെല് ചെയ്തിട്ട് തിരിച്ചു വ്യത്യാസം കണ്ടിട്ട് ഈ ഒരു വികസനത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നുള്ള ഉത്തമ ബോധമുള്ളവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള രീതിയിലാണ് ഈ 3 പേര് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ CPM-ന്റെ പരാജയത്തിന്റെ കാരണം പഠിക്കാൻ പല ജില്ല തിരിച്ച് ഏരിയ തിരിച്ച് എങ്ങനെ സംസ്ഥാന വ്യാപകമായി കുറെ എന്താ പറയുക റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, കുറെ പഠനങ്ങൾ നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാം പുറത്തു വന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ മറന്നുപോയി എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ പറയുന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയുന്നത് മലയാളമായിരിക്കാം, പക്ഷെ അവർക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയ ആരുടെ കാര്യം വേണമെങ്കിലും എടുത്തു നോക്കാം. ടി കെ ഗോവിന്ദൻ ആയിക്കോട്ടെ, കുഞ്ഞികൃഷ്ണൻ ആയിക്കോട്ടെ, ജി സുധാകരൻ ആയിക്കോട്ടെ, ഐഷ പോറ്റി ആയിക്കോട്ടെ, ഇവർക്കെല്ലാം സാധാരണക്കാരുടെ ശബ്ദമാണ്. ഇവർക്കെല്ലാം സാധാരണക്കാരോട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള, അവരോട് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അതല്ലേ, അത് തന്നെയാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ അടുത്തേക്ക് നമ്മൾ നേരത്തെ മുൻപത്തെ ചർച്ചയിൽ ബി ജോയിയെ പറ്റി പറഞ്ഞതുപോലെയാണ്, അദ്ദേഹവുമായി രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളോ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളോടോ വിയോജിപ്പുണ്ടാകാം, പക്ഷെ അദ്ദേഹത്തിനും ഇതുപോലുള്ള ഇടത് നേതാക്കൾക്കും മനുഷ്യരോട് സംസാരിക്കാൻ അറിയാം, സാധാരണക്കാരോട് കാര്യങ്ങൾ കൺവേ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് തന്നെയാണ് അവരെ വേറിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി മാറിയിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ പോലും സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി വിജയിച്ചില്ല എങ്കിൽ പോലും മുൻ ധനമന്ത്രി 1000 വോട്ടിനടുത്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ പരാജയത്തോട് അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം വിജയം എന്ന് പറയുന്നത് അവർ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 10 വർഷം തുടർഭരണം കിട്ടിയെന്ന് പറഞ്ഞാൽ ധാർഷ്ട്യം ഇവരുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്നില്ല. അപ്പോൾ ജി സുധാകരനൊക്കെ എത്ര വർഷത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉള്ള ആളാണ്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഓർമ്മ വെച്ച കാലം മുതലൊക്കെ ഈ ഒരു പാർട്ടിയുടെ ചുവന്ന കൊടി പിടിക്കുന്നവരായിരുന്നു ഇവരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോരുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ തോന്നലുകൾ എന്തെല്ലാം ആയിരിക്കും. ഒരുപക്ഷെ ഇവർക്കാണോ ശരിക്കും തെറ്റുപറ്റിയത് അതോ പാർട്ടിക്കാണോ തെറ്റുപറ്റിയതെന്ന് ഇരുത്തി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതെ, പാർട്ടിക്കാണ് തെറ്റുപറ്റിയത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി തുടരുകയാണ്. UDF-നൊപ്പം ചേർന്നു, കോൺഗ്രസിനൊപ്പം ചേർന്നു എന്ന് പറഞ്ഞാൽ പോലും ഇവരെല്ലാം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ഉള്ളിലെ ആശയങ്ങൾ, അവരുടെ ഉള്ളിലെ നിലപാടുകൾ ബിൽഡ് ചെയ്തെടുത്തതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നാണ്. അപ്പോൾ തെറ്റിയത് നേതൃത്വത്തിന് തന്നെയാണ്, നേതൃമാറ്റം തന്നെയാണ് എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത്.